ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് വൈകിട്ട് തന്നെ പുറത്തുവിടും. റിപ്പോർട്ട് തടയണമെന്നാവശ്യപ്പെട്ട നടി രഞ്ജിനി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഹർജിയിൽ സിംഗിൾ ബെഞ്ച് വൈകിട്ട് 3 മണിക്ക് വിധി പറയും. വൈകിട്ട് 5-നകം റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് സാംസ്കാരിക വകുപ്പ് അപേക്ഷകരെ ഇമെയിൽ മുഖാന്തരം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ എസ് രാഗിനും അനന്തകൃഷ്ണനും നൽകും. രാഗിൻ, കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എന്താണ് ഇനി വരാനുള്ളത്? സിംഗിൾ ബെഞ്ചിലേക്ക് പോകുമ്പോൾ അനുകൂല നടപടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ എന്തൊക്കെയാണ്? നടി രഞ്ജിനിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്, ഡിവിഷൻ ബെഞ്ചിനെയാണ് സമീപിച്ചത്. അതായത് തൻ്റെ മൊഴി പുറത്തു വരരുത് എന്ന ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ ഘട്ടത്തിൽ കോടതി ചോദിച്ചു, മൊഴിയാണോ റിപ്പോർട്ടാണോ പുറത്തു വരരുത് എന്ന് ആവശ്യപ്പെടുന്നതടക്കമുള്ള കാര്യങ്ങളും ചോദിച്ചു. ഇതിൻ്റെ 2-3 കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് കോടതി ഇത് തള്ളിയത്. ഒന്ന്, ഇതിൻ്റെ മെയിൻറ്റൈനബിലിറ്റിയാണ്, കാരണം ഇതിൻ്റെ നിയമസാധുതയാണ്. കാരണം ഇതൊരു ഡിവിഷൻ ബെഞ്ചിലേക്കാണ് ആദ്യം ഒരു പെറ്റീഷനുമായി വന്നത്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന്. മറ്റൊരു കാര്യം സ്വകാര്യത എന്ന വിഷയമാണ്. അതുമുണ്ടെങ്കിലും നിങ്ങൾക്ക് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന് ആണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് തന്നെ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുമെന്ന് നടി രഞ്ജിനിയുടെ അഭിഭാഷകൻ പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി ഒരുപക്ഷെ ഈ പെറ്റീഷൻ എടുത്തേക്കും. ആ പെറ്റീഷനിൽ കോടതി എന്ത് സമീപനം സ്വീകരിക്കുമെന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും സർക്കാരിന് മുന്നിൽ ഇപ്പോൾ ഒരു നിയമ തടസ്സവുമില്ല. ഇപ്പോഴൊന്നും മാത്രമല്ല, നേരത്തെയും നിയമ തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം ഇതിൽ നേരത്തെ ഇത്തരത്തിൽ സിംഗിൾ ബെഞ്ച് ഒരു ലീഗൽ സ്ക്രൂട്ടിനി നടത്തി വളരെ കൃത്യമായിട്ടുള്ളൊരു ഓർഡർ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയതാണ്. ആ ഓർഡറിൽ ആ ഓർഡറിൽ കോടതി ഇതിൻ്റെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ എക്സ്റ്റെൻഡ് അത് ഏത് പരിധിവരെ പോകാമെന്ന് പരിശോധിച്ചു. അതോടൊപ്പം തന്നെ സ്വകാര്യത എന്ന വിഷയവും പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ച ശേഷം വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് സ്വകാര്യതയെ ഹനിക്കുന്ന വിഷയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് ഈ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ അത് പുറത്തുവിടാം എന്നതാണ് ആ റിപ്പോർട്ടിലുള്ളത്, ആ ഉത്തരവിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നതിൽ തടസ്സമില്ല എന്നാണ് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ന് രഞ്ജിനിയുടെ പെറ്റീഷൻ വരുമ്പോൾ രഞ്ജിനിയെ കേൾക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കോടതിക്ക് അത് കേൾക്കുന്നതിന് വേണ്ടിയുള്ള സമയമെടുക്കാമെങ്കിൽ പോലും അതുവരെ സർക്കാരിന് മുന്നിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. കാരണം അത് രഞ്ജിനിയുടെ ബാധ്യതയാണ്. ആ ഹർജിയുമായി പോവുകയും അതിൻ്റെ ഭാവിയും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരവ് സിംഗിൾ ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഡിവിഷൻ ബെഞ്ചും പെറ്റീഷണറോട് പറഞ്ഞിരിക്കുന്നത് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാനാണ്. അങ്ങനെയെങ്കിൽ സർക്കാരിന് ഈ നിമിഷം പോലും ഈ ഉത്തരവ് പുറത്തുവിടുന്നതിൽ ഒരു തടസ്സവുമില്ല. ഈ ഉത്തരവ് പുറത്തുവിടരുത് എന്ന് എന്തുകൊണ്ടാണ് ഈ നടി രഞ്ജിനിക്ക് ഇത്രയും നാൾ തോന്നാതിരുന്നത് എന്നൊരു ചോദ്യചിഹ്നമാണ്. ഈ അവസാന നിമിഷത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് പറഞ്ഞ ആ നിമിഷം മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു എതിർപ്പ് അവരുടെ ഭാഗത്തു നിന്ന്? ഇത്തരം നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. രാഗിൻ, തീർച്ചയായും. കാരണം ഒന്ന്, ഈ പെറ്റീഷനുമായി ആദ്യം വന്നത് നിർമ്മാതാവ് സജിമോൻ പാറയിലാണ്. സജിമോൻ പാറയിൽ പറഞ്ഞത് മൊഴി നൽകിയ പലരുടെയും സ്വകാര്യതയെ ബാധിക്കും, അതുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വിടരുതെന്നതാണ്. അതുകൊണ്ട് കോടതി എല്ലാ കക്ഷികളെയും കേട്ടിരുന്നു. WCCയെ കേട്ടിരുന്നു, വനിതാ കമ്മീഷനെ കേട്ടിരുന്നു. WCC എന്ന് പറഞ്ഞത് സജിമോൻ പാറയിലിൻ്റെ പെറ്റീഷൻ അത് സംശയാസ്പദമാണ് എന്നതാണ്. മാത്രമല്ല, വനിതാ കമ്മീഷൻ എടുത്ത നിലപാടെന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരണം. കാരണം മലയാള സിനിമയിലെ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യം, അവരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പഠിച്ച റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ സമഗ്രമായിട്ടുള്ളൊരു മാർഗനിർദ്ദേശങ്ങൾ സർക്കാരിന് തയ്യാറാക്കാൻ കഴിയൂ എന്നതാണ്. പക്ഷേ രഞ്ജിനി മുന്നോട്ട് വെച്ചു. അതിനുശേഷം സർക്കാർ ഇത് പുറത്തുവിടാൻ പോകുന്ന ഘട്ടത്തിലാണ് രഞ്ജിനിയുടെ എൻട്രി. രഞ്ജിനി മുന്നോട്ട് വെച്ച വാദം എന്ന് പറയുന്നത് റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ അല്ല, മറിച്ച് അതിൻ്റെ താൻ നൽകിയിട്ടുള്ള മൊഴി, അതിനെക്കുറിച്ച്, അത് റിപ്പോർട്ട് പുറത്തു വിടുന്നതിന് മുൻപ് അതൊക്കെ തനിക്ക് കാണണം. കാരണം അന്ന് മൊഴി രേഖപ്പെടുത്തി പോയ ശേഷം കമ്മീഷൻ പിന്നീട് ബന്ധപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ആ മൊഴിയുമായി ബന്ധപ്പെട്ട് മൊഴി പുറത്തു വരരുത് എന്നതാണ് തൻ്റെ ആവശ്യം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രഞ്ജിനി പറഞ്ഞത്. പക്ഷേ രഞ്ജിനി ആദ്യഘട്ടത്തിൽ ഇത് സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചില്ല. രഞ്ജിനി ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു തേർഡ് പാർട്ടി മാത്രമാണ്. അങ്ങനെയാണ് ഹൈക്കോടതി ഇപ്പോൾ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ പറയുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഈ ആദ്യത്തെ ഓർഡറിൽ പറയുന്നത് ഈ രാജ്യത്തെ ഫിലിം ഇൻഡസ്ട്രിയിൽ കേരളത്തിലാണ് ആദ്യമായി ഇത്തരത്തിലൊരു കമ്മിറ്റി വന്നത്. മലയാള സിനിമയിലെ സ്ത്രീകളുടെ ഒരു അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചും തൊഴിൽ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാൻ. അങ്ങനെ കേരളമാണ് ഇത് ആദ്യമായി ഇത് പരിശോധിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തു വരണമെന്ന അന്തസത്തയിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഈ സിംഗിൾ ബെഞ്ചും ഈ ഉത്തരവ് പറഞ്ഞിട്ടുള്ളത്. ഇനി കോടതിയിലേക്ക് പോകുമ്പോൾ, സിംഗിൾ ബെഞ്ചിന് മുന്നിലേക്ക് പോകുമ്പോൾ, രഞ്ജിനി എന്ന് പറയുന്ന മൊഴി കൊടുത്ത ഒരു വ്യക്തിയാണ്. അവരുടെ വാദം കേൾക്കേണ്ടതുണ്ട് എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേയോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകാം. പക്ഷേ അതിന് സാധ്യതകൾ വളരെ കുറവാണ്. എന്തായാലും സർക്കാരിന് മുന്നിൽ ഇപ്പോൾ തടസ്സങ്ങളില്ല. മാത്രമല്ല, സജിമോൻ പാറയിൽ ആദ്യം സിംഗിൾ ബെഞ്ചിന്
പോയി അത് തള്ളി. അതിനെതിരെ ഒരു അപ്പീൽ ഹർജി കൂടി ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ നൽകിയിട്ടുണ്ട്. ആ അപ്പീൽ ഹർജിയും ഹൈക്കോടതിക്ക് മുന്നിലേക്ക് വരും. പക്ഷേ അതിനും ഈ നേരത്തെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി ഇത് ചോദ്യം ചെയ്യാൻ ഈ പെറ്റീഷണർക്ക് സജിമോൻ പാറയിലിന് നിയമപരമായിട്ടുള്ള അവകാശങ്ങളില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻറ്റൈനബിലിറ്റിയും അതിന് തുലം സാധ്യത കുറവാണ്. ഈ ഘട്ടത്തിൽ പെറ്റീഷണറുടെ കാര്യങ്ങളിൽ അവർക്ക് മുന്നോട്ട് പോക്കിന് കുറേ പരിമിതികളുമുണ്ട്. ഇപ്പോൾ പന്ത് സർക്കാരിൻ്റെ കോർട്ടിലാണ്. സർക്കാരിന് അത് പുറത്തുവിടുന്നതിൽ ഒരു നിയമ തടസ്സവും ഇല്ല.